ഇപ്പൊ പൊതുവെ ഇപ്പോഴത്തെ കാലത്ത് മോഡേണിറ്റി കൂടുതലാണ്. മോഡേൺ ടെക്നോളജി യൂസ് ചെയ്യണം, ട്രഡീഷണൽ കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സാറാണെങ്കിലും ഡിസൈൻ ചെയ്യലും കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യാറെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിക്കും ഈ മോഡേൺ ടെക്നോളജി കാരണം പണ്ടത്തെ കാലത്തെ ട്രഡീഷനും അതിൻ്റെ ക്വാളിറ്റിയെല്ലാം ഇപ്പോൾ ആൾക്കാർ വിട്ടുപോരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് അമ്പലങ്ങളിലും അത് കാണുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ഇന്നിപ്പോൾ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ ഒന്നും ശരിയല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കൺസ്ട്രക്ഷനിലൊക്കെ അത് ആ ഒരു നിയമം വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞ് ഒരുപാട് പ്രചരണങ്ങൾ വന്നിട്ടുണ്ടെന്നല്ലാതെ അതിൻ്റെ ശുദ്ധി ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം നിർമ്മാണങ്ങളിൽ അവിടെ പറയുന്നത് ക്ഷേത്ര നിർമ്മാണമായാലും ഗൃഹനിർമ്മാണമായാലും പ്രകൃതിദത്തമായ വസ്തുക്കളെ കൊണ്ട് നിർമ്മാണം ചെയ്യണം എന്നാണ് പറയുന്നത്. പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന വസ്തുക്കൾ 6 തരത്തിലുള്ളതായ മെറ്റീരിയലിനെ കുറിച്ച് പറയുന്നുണ്ട് വാസ്തുശാസ്ത്രം. ശിലേഷ്ടക സുധ ദാരു മൃത്സ്ന മൃല്ലോഷ്ട ലോഹകാഹ ഏതേ വിമാനകരണേ ദ്രവ്യത്വേന നിരൂപിതാഹ. അപ്പോൾ വിമാനകരണത്തിങ്കിൽ, വിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശേഷണ മാനമുള്ളത് വിമാനം. അപ്പോൾ വൈശിഷ്ട്യമായ നിർമ്മാണ ശൈലികളെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്നതായ ക്ഷേത്രമായാലും വീടായാലും ഇതിൽ 6 തരത്തിലുള്ളതായ മെറ്റീരിയൽ, 6 അല്ല അതിലധികം മെറ്റീരിയൽ വരും. ഇപ്പോൾ പഞ്ചലോഹങ്ങൾ വരും, ലോഹകാഹ എന്നല്ലേ പറഞ്ഞുള്ളൂ. അപ്പോൾ പഞ്ചലോഹങ്ങൾ വരുന്നുണ്ട്. ആ പഞ്ചലോഹങ്ങൾ ഇന്നിന്ന ഭാഗത്തേക്ക് ഉപയോഗിക്കണം എന്നൊക്കെ നിയമങ്ങളുണ്ട്. ഇപ്പോൾ സ്തൂപ്യാച്ഛാദനകെ സർവ്വമിഷ്ടം കൃഷ്ണവിവർജിതെന്നാണ്. സ്തൂപിക മുതലായ അതുപോലെ ഒന്നിനെ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നിടത്ത് സർവ്വമിഷ്ടം പഞ്ചലോഹങ്ങളെല്ലാം എടുക്കാമെന്നും കൃഷ്ണവിവർജിതം എന്നാണ്. കാരിരുമ്പ് എന്ന് പറയുന്നതായ ഇരുമ്പ് പാടില്ല. കീലശൂലാദി നിർമ്മാണി ലോഹ കൃഷ്ണ പ്രശസ്തത എന്നാണ്. കീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണി, ശൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നിനെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതായ ഇതുകൾ. അപ്പോൾ അങ്ങനെയുള്ളതായ ഇതുകൾക്കൊക്കെ കൃഷ്ണം എന്നാണ് പറയുന്നത്. ലോഹ കൃഷ്ണ പ്രശസ്തതയെ അതിൽ കൃഷ്ണം കാരിരുമ്പ് വളരെ പ്രധാനമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് പഞ്ചലോഹങ്ങളാണെങ്കിൽ തന്നെ ഇന്ന ഭാഗത്തേക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെ വളരെ നിഷ്കർഷ പറയുന്നുണ്ട്. അതുപോലെ ശിലേഷ്ടക, ശില കൊണ്ടുള്ള ഇഷ്ടിക. സുധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ണാമ്പ് കല്ല്, അതിൻ്റെ ഒരു വകഭേദമാണ് നമുക്ക് ഇന്ന് കിട്ടുന്നതായ ഇവിടെ കിട്ടുന്നതായ ചെങ്കല്ലെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സുധ, ദാരു മരങ്ങൾ, അതിൽ ഉത്തമ മരങ്ങളും മധ്യമ മരങ്ങളും അധമ മരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വിവരിക്കാൻ ഒരുപാടുണ്ട്. മൃത്സ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്നതായ ഇഷ്ടിക. പണ്ട് കാലത്ത് മണ്ണിഷ്ടിക എന്ന് പറഞ്ഞിട്ട് പശ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് മണ്ണിഷ്ടിക. മൃല്ലോഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് ഇഷ്ടിക തന്നെ ചുട്ടെടുക്കുന്നത്, അതായത് സാധാരണ ഇഷ്ടിക. ലോഹകാഹ, ലോഹങ്ങൾ. ഇത്രയും സാധനങ്ങളാണ് ഒരു നിർമ്മാണത്തിന് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങൾ പ്രകൃതി ഉള്ളിടത്തോളം നിൽക്കും. അല്ല നമ്മൾ കൃത്രിമമായിരിക്കുന്ന സാധനങ്ങളെ കൊണ്ടാണെങ്കിൽ അതിനൊരു ആയുസ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോൺക്രീറ്റ്, ആ കോൺക്രീറ്റിൻ്റെ നിർമ്മാണത്തിന് അവർ നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് 100 വർഷമാണ്. ഇപ്പോൾ ടെക്നോളജി കുറേ മാറിയിട്ടുണ്ട്, കുറേ കൂടിയും അത് 100 അത് കൂട്ടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ അതിനൊരു സമയമുണ്ട്. ഇത് ഈ മധുര മീനാക്ഷിയൊക്കെ ചെയ്തത് 3600 വർഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ക്വാളിറ്റി, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ഇന്നിപ്പോൾ നിർമ്മാണങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ളൊരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നിർമ്മാണങ്ങളിൽ പല വസ്തുക്കളെ കൊണ്ടും പലതും ഉണ്ടാക്കുന്ന ഒരു വൈകൃത ശില്പങ്ങളായി മാറിയിരിക്കുകയാണ്. ഒരു ഗൃഹം എന്തിനുണ്ടാക്കുന്നത്? എന്തിനാ ഗൃഹം? അതല്ലേ അവിടുത്തെ ചോദ്യം. എന്തിനാണ് വീട്? എന്തിനാണ് വീടിൻ്റെ ഉള്ളിൽ കിടപ്പുമുറി പറയുന്നത്? ഇതൊക്കെയാണല്ലോ നമ്മൾ അന്വേഷിക്കേണ്ടത്. അപ്പോൾ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയോ വലിയ നല്ല റിസോർട്ടുകളിൽ ചെന്ന് നമ്മൾ താമസിച്ചാലും നമ്മൾ 4-5 ദിവസം താമസിക്കും. ഗൃഹം എന്ന് പറയുന്നത് നമ്മുടെ ആയുസ്, ഈശ്വരൻ എത്ര ആയുസ് തന്നു ആ ആയുസ് വരെയും അവിടെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഗൃഹം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഗൃഹം അതുപോലെ നിർമ്മാണങ്ങൾ ചെയ്യണം. നമ്മൾ പൈസ നോക്കിയിട്ടൊന്നും കാര്യമില്ല. നിർമ്മാണങ്ങൾ ചെയ്യുന്നത് ഉത്തമമായ ദ്രവ്യങ്ങളെ കൊണ്ട് ഉത്തമമായ കണക്കുകളിൽ ഒക്കെ ഉണ്ടാക്കണമെന്നാണ്. അതിൽ മാനം ഒരു പ്രധാനമാണ്, അതിൻ്റെ ഘടന ഒരു പ്രധാനം.